വിഷുവൊക്കെ കഴിഞ്ഞ് ബോറടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ നാട്ടിൽ പോയിട്ട് വരാൻ ഗോഗി സർപ്രൈസായിട്ട്. നാട്ടിലാണ് ഈ ഉത്സവം. പിന്നെ ഗോഗി ഒന്നും നോക്കിയില്ല, എന്നാൽ എൻ്റെ മോള് പോയിട്ട് വരൂ, അങ്ങനെയെങ്കിലും ഈ ശല്യം പൊട്ടേന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. ഗോഗി ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നു. ആദ്യമായിട്ടാണ് പിന്നെ ഞാൻ തന്നെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ കയറുന്നത്. അത് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ആസ് യൂഷ്വൽ കിടന്നുറങ്ങി രാവിലത്തെ ഫ്ലൈറ്റ് ആയിരുന്നു. പിന്നെ സർപ്രൈസ് ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ആരും പിക്ക് ചെയ്യാൻ വരില്ല. പക്ഷേ ഗോഗിയുടെ അച്ഛൻ നാട്ടിലുണ്ടായിരുന്നു, പക്ഷേ അച്ഛനും ട്രിപ്പിലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ രാമേട്ടനെ വിട്ടു. രാമേട്ടനെ എന്നെ പിക്ക് ചെയ്യാൻ വന്നു. അങ്ങനെ 6 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ ജിമ്നിക്കുട്ടനെ കണ്ടു. പിന്നെ രാമേട്ടനെ ഞാൻ മണ്ണുത്തിയിൽ ഡ്രോപ്പ് ചെയ്തു. രാമേട്ടൻ പാലക്കാട് പോയി. പിന്നെ ഞാൻ കാറെടുത്തു. എത്ര കാലത്തിന് ശേഷം കാറെടുത്താലും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര അടിപൊളിയാണ്. അങ്ങനെ നല്ല പാട്ടൊക്കെ വെച്ച് പാടത്തിൻ്റെ ഇടയിൽ കൂടെ നാട്, വീട്, പാടം, ആ ഒരു മൂഡായിരുന്നു. അങ്ങനെ നമ്മൾ വീടെത്തി ഗൈസ്. ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് കാറൊക്കെ ഓടിച്ച് വീട്ടുകാരെ സർപ്രൈസ് ആക്കാൻ പോവുക. വീട്ടുകാർ ഞെട്ടു, അതെന്നെ ആട്ടോ. കാരണം അമ്മ പോയിട്ട് 2 ദിവസമായിട്ടുള്ളൂ ദുബായിൽ നിന്ന്. അങ്ങനെ ഞാൻ ബെല്ലടിച്ചപ്പോൾ ആദ്യം വന്നത് എൻ്റെ സ്വന്തം ചേട്ടനായിരുന്നു. അമ്മ പറഞ്ഞു വിട്ടു ഇത്ര വല്ല പിരിവുകാരാവുന്നു. എന്താവോ ഇവർക്കൊന്നും ഇപ്രാവശ്യം വലിയ വികാരമില്ല. ഇവരെ ഞാൻ എവിടെയോ ഉറക്കത്തിലായിട്ട് അച്ഛനൊന്നും ഞെട്ടി. വീണ്ടും നിങ്ങളോ? ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒരു ഞെട്ടൽ അവർക്ക് ഉണ്ടായില്ല. പുല്ല് വിലയായിരുന്നു. താങ്ക് യു. ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗൈസ്, ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. സർപ്രൈസ് എടുക്കുമ്പോൾ വീട്ടുകാർക്ക് അറിയില്ല നമ്മൾ സർപ്രൈസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ നമ്മുടെ വീട്ടിലുള്ള പട്ടിക്കും പൂച്ചയ്ക്കും ബാക്കിയുള്ള ഫുഡൊക്കെ കൊടുത്തു വരും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കടയൊക്കെ മേടിക്കേണ്ട സാഹചര്യം വരും ഗൈസ്, നമ്മൾ മനസ്സിലാക്കണം.